ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മളിന്ന് റാഷണൽ നമ്പേഴ്സാണ്. ഫസ്റ്റ് ചാപ്റ്ററാണ്, 9th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്ററാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പം റാഷണൽ നമ്പേഴ്സ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ 8th കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? റാഷണൽ നമ്പേഴ്സിനെ പറ്റി ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വർഷം റാഷണൽ നമ്പേഴ്സ് ഇച്ചിരൂടെ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് റാഷണൽ നമ്പേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് അതിന് മുമ്പ് കുറച്ച് സംഖ്യകളെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചതാണ്. ആദ്യം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ്. എന്താ നാച്ചുറൽ നമ്പേഴ്സ്? നിങ്ങൾക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. എന്താണ്? 1 2 3 4. അത് തന്നെ നമ്മുടെ 1 2 3 4 ദീസ് ആർ കോൾഡ് നാച്ചുറൽ നമ്പേഴ്സ്. അറിയാലോ നിങ്ങൾക്ക്. അടുത്ത ഒരാളുണ്ട് ഹോൾ നമ്പേഴ്സ്. ആരാ ഹോൾ നമ്പേഴ്സ് എന്നറിയാമോ? ഹോൾ നമ്പേഴ്സ് ഒന്നുമില്ല, നമ്മുടെ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ നമ്മുടെ സീറോയും കൂടെ അങ്ങ് വരും. 0 1 2 3 4 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. ഇത് മറക്കല്ലേ കേട്ടോ. ഇത് പറഞ്ഞാലേ അല്ലേ പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇതാരാ നാച്ചുറൽ, ആരാ ഹോൾ, ആരാ ഇതൊന്നും ഓർക്കില്ലേ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ. മലയാളത്തിൽ പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്നത്. സീറോ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കാറില്ലല്ലോ. ഉണ്ടോ? സീറോ എന്നൊരു സാധനത്തിന് നമ്മൾ എണ്ണാറുണ്ടോ? ഇല്ല. അപ്പോൾ 1 2 3 അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ കൂടെ സീറോയും കൂടെ ചേരുമ്പോഴാണ് ആരാകുന്നത്? ഹോൾ നമ്പേഴ്സ് ആകുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമുക്കിതിനകത്ത് പറയാം, എവരി നാച്ചുറൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ അല്ലേ? എല്ലാ നാച്ചുറൽ നമ്പറും ആരാണ്? ഹോൾ നമ്പർ ആണ്. ബട്ട് എവരി ഹോൾ നമ്പർ ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. ആണോ? എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ അല്ലെന്ന്. എല്ലാം ആണ്, എക്സെപ്റ്റ് ആരൊഴിച്ച്? സീറോ ഒഴിച്ച്. അതൊന്നും അങ്ങനെ കൺഫ്യൂഷനായിട്ടൊന്നും പറയണ്ട, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ഒരാളെ പറ്റി ഞാൻ പറയാൻ പോവാണ്, ഇൻഡിജേഴ്സ്. കഴിഞ്ഞ വർഷം ഇൻഡിജേഴ്സിനെ പറ്റിയാണ് നിങ്ങൾ കൂടുതൽ പഠിച്ചത് അല്ലേ? എന്നാ ഇൻഡിജേഴ്സ്? നമ്മുടെ ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ ചേരുമ്പോൾ അത് ഹോൾ നമ്പർ ആകും. അതായത് -3 -2 -1 0 1 2. ഇത് ഞാനിപ്പം -3 എന്നൊക്കെ എഴുതുന്നില്ല, ഏത് സംഖ്യകളും -100 അങ്ങനെ എന്തെങ്കിലും. എല്ലാ മൈനസും എല്ലാ പോസിറ്റീവും സീറോയും കൂടെ ചേരുന്നതാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ മക്കളെ? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഹോൾ നമ്പരും വരും, നെഗറ്റീവ് നമ്പേഴ്സും വരും. മനസ്സിലായല്ലോ? അപ്പം ഏറ്റവും വലിയ നെഗറ്റീവ് ഇൻഡിജർ നമ്പർ ഏതാ? നെഗറ്റീവ് ഇൻഡിജർ ആയിരിക്കും. നിങ്ങളൊന്ന് പറയാവോ? ഏറ്റവും വലിയ ലാർജ് -1 ആണ് അല്ലേ? ഇങ്ങോട്ട് പോകും തോറുമല്ലോ -1 -3 അങ്ങനെ പോകും തോറും അവരുടെ വില കുറഞ്ഞു വരുക. അപ്പൊ ഏറ്റവും വലിയ നെഗറ്റീവ് ഏതാണ്? -1 ആണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്, നമുക്കറിയില്ല. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ലാർജസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ ഏതായിരിക്കും? പോസിറ്റീവ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതേ എക്സാമിനൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അത് കൺഫ്യൂഷൻ ആകല്ല. അതിനാണ് ഞാൻ ഇവിടെ ഇത് പറഞ്ഞത്. എല്ലാ നാച്ചുറൽ നമ്പരും ഹോൾ നമ്പറാണ്, പക്ഷെ എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് അല്ല. മനസ്സിലായോ? അത് കാരണം എന്താണ്? ഇതിനകത്ത് ഹോൾ നമ്പേഴ്സിന് സീറോ വരുന്നുണ്ട്. സീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ നമ്പറിൽ എണ്ണ സംഖ്യ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കത്തില്ല, അത്ര ഓർത്താൽ മതി. ഹോൾ നമ്പേഴ്സ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സാധാരണ സംഖ്യകൾ. ഹോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സീറോ കൂടെ വരും, ഒരു ഹോളും കൂടെ വരും. മനസ്സിലായോ? ഹോള്. പക്ഷെ നമ്മൾ സീറോ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ്, പക്ഷെ എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പർ അല്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു പോകല്ലേ കേട്ടോ. അതുപോലെ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? എല്ലാ ഹോൾ നമ്പേഴ്സും സീറോ, അതിലൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുന്നതാണ് എന്ത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നെഗറ്റീവ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. 0 എന്ന് പറഞ്ഞാൽ സീറോ ഈസ് നൈദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. 0 ഇതൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. 0 ഈസ് നൈദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. -0 എന്ന് വല്ലതും പറയുന്ന വല്ലതും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇത്ര ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിനുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ
അടുത്ത ആളെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ഹീറോ, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഹീറോ ആരാണ്? റാഷണൽ നമ്പർ. റാഷണൽ നമ്പേഴ്സ്. ഇപ്പൊ വന്നവരൊക്കെ കോആക്ടേഴ്സ് ആയിരുന്നു കേട്ടോ. ഇതാണ് റാഷണൽ നമ്പേഴ്സ്. എന്താ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇൻറ്റിജേഴ്സ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ. പി ബൈ ക്യൂ ഫോമിൽ കിടക്കുന്ന ഇൻറ്റിജേഴ്സ്. വേർ എങ്ങനെ എഴുതാം? വേർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ബട്ട് ക്യൂ നോട്ട് ഈക്വൽ ടു 0. മനസ്സിലായി? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം റാഷണൽ നമ്പേഴ്സിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. എന്നായിരുന്നു? റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞേ? നെഗറ്റീവും പോസിറ്റീവും സീറോയും ഉൾപ്പെടുന്ന സംഖ്യയാണ് നമ്മൾ എന്നാ പറയുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻറ്റിജേഴ്സിനെ ഏത് ഫോമിൽ എഴുതണം? പി ബൈ ക്യൂ. അതായത് പി ന്യൂമറേറ്റർ, ക്യൂ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഫോമില് നമ്മൾ നമ്പേഴ്സിനെ എഴുതണം. അതിനകത്ത് അവർ പ്രത്യേകം ഇങ്ങനെ പറയും, ഇൻറ്റിജേഴ്സ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ക്യൂ നോട്ട് ഈക്വൽ ടു 0. ക്യൂ ഒരിക്കലും എന്താകരുത്? 0 ആകരുത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1/2 ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. 5/10 ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. -28/8 ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്നതാകണമെന്നൊന്നുമില്ല. വലുതാകണം ചെറുതാകണം ഒന്നൊന്നുമില്ല. ന്യൂമറേറ്ററും വേണം ഡിനോമിനേറ്ററും വേണം. അത് നെഗറ്റീവ് ആകാം, പക്ഷേ ഒരിക്കലും ഡിനോമിനേറ്റർ എന്താകരുത്? ഇവിടെ 0 ഇതുണ്ടോ? 7/0 ഇറ്റ് ഈസ് നോട്ട് ആൻ റാഷണൽ നമ്പേഴ്സ്. ഒരിക്കലും ഡിനോമിനേറ്റർ എന്താകരുത്? 0 ആകരുത്. അത്രയും മാത്രമേ ഉള്ളൂ ഇവരുടെ പ്രശ്നം. മനസ്സിലായല്ലോ? അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ് ആണ്. അതേ ഇൻറ്റിജേഴ്സ് തന്നെയാണ്. ഏത് ഫോമിൽ കിടക്കണം? പി ബൈ ക്യൂ. പി ബൈ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് ഫ്രാക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉള്ളതിന് പറയുന്ന പേരാണ് ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ രൂപത്തിലായിരിക്കണം. പക്ഷെ ഫ്രാക്ഷന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഫ്രാക്ഷന് ഓക്കെ കുഴപ്പമില്ല, ഫ്രാക്ഷൻ വരാം. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഫ്രാക്ഷൻസ് വരാം. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പോൾ അത് എന്താകാം? ഇൻറ്റിജർ ആകാം. പോസിറ്റീവ് ആകണമെന്നില്ല, നെഗറ്റീവ് ആകാം. രണ്ടും നെഗറ്റീവ് ആകാം, രണ്ടും പോസിറ്റീവ് ആകുന്ന പ്രശ്നമല്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ ക്യൂവിൽ എന്ത് വരരുത്? ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിനോമിനേറ്ററാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ഒരിക്കലും എന്താകരുത്? 0 ആകരുത്. ഇത്രയേ ഉള്ളൂ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ റാഷണൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടി ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലേ? ക്ലോസർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നോക്കും. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. നമ്മൾ എന്നൊക്കെ പറഞ്ഞു? ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞു, ഹോൾ നമ്പേഴ്സ് പറഞ്ഞു, ഇൻറ്റിജേഴ്സ് പറഞ്ഞു, ഇപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞു. ഇത് പറയാൻ കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചാപ്റ്റർ പോകുന്നതിന്. അല്ലാതെ ഇടയ്ക്ക് വെച്ച് വരുമ്പോഴത്തേക്ക് എന്താണ് ഇൻറ്റിജർ എന്നൊന്ന് ചോദിച്ചേക്കരുത്. അതിനാണ് ചോദിച്ചോ, കുഴപ്പമില്ല, ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ചുമ്മാ പറഞ്ഞാൽ. അപ്പം ഇതാണ് നമ്മുടെ റാഷണൽ നമ്പേഴ്സിന്റെ ഇൻട്രോ. ഇഷ്ടപ്പെട്ടോ? ഓക്കെ മക്കളെ, നമുക്ക് എന്നാൽ അടുത്ത സീനിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.